ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു 3 പീസ് നൈറ്റി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ തുണി എങ്ങനെ മടക്കണമെന്ന് ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ നീളത്തിലാണല്ലോ തുണി കിട്ടുന്നത്. ഇതുപോലെ മടക്കണം. ഇതുപോലെ മടക്കിയിട്ട് ഇത് കണ്ടോ, ഇതുപോലെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗം സ്ലീവ് കിട്ടും. ഈ ഭാഗം കണ്ടോ, മടക്കുവശം ഇങ്ങനെ വരും. ഈ മടക്കുവശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരും. ഇതുപോലെ മടക്കിയിടണം. ഇനി നമുക്ക് ഇവിടെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ ഞാനിവിടെ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. ആ 7 ഇഞ്ച് നമുക്കിവിടെ താഴോട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്ലീവ് അടയാളപ്പെടുത്തണം. ഇപ്പൊ സ്ലീവിന്റെ ഭാഗം ഇതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്താം. ഇവിടെ ഓപ്പൺ സൈഡ് ആണ്. ഇവിടെ മടക്കി അടിക്കണ്ട. അപ്പൊ അത് കാരണം നമുക്ക് സ്ലീവിന്റെ ലെങ്ത് എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി തയ്യൽ തുമ്പും കൂടി കൂട്ടി അടയാളപ്പെടുത്താം. അപ്പൊ ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പൊ ആ 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇത് ഷോൾഡർ വരെയുള്ള ഭാഗം. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ലീവിന്റെ ഭാഗം. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഒരു 7.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഈ നമ്മുടെ ഷോൾഡറിന്റെ അവിടെ ജോയിൻ ചെയ്യാനുള്ള ഭാഗമാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ആം ഹോൾ ഡെപ്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആം ഹോൾ ഡെപ്ത് കണ്ടുപിടിക്കണം. അപ്പൊ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് ഇതിപ്പോ 38 ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ള ഒരാളുടെ നൈറ്റിയാണ് തയ്ക്കുന്നത്. അപ്പൊ 38 ചെസ്റ്റ് സൈസ് ആകുമ്പോൾ നമ്മൾ സാധാരണ ബ്ലൗസിനും ചുരിദാറിനൊക്കെ നമ്മൾ 38ന്റെ 10 എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത് 38ന്റെ 10 ഭാഗം എടുത്തിട്ട് അതിന്റെ കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടിയെടുക്കാം. കാരണം ലൂസായിട്ട് ആണല്ലോ നമ്മൾ ഈ നൈറ്റി തയ്ക്കുന്നത്. അപ്പൊ ഇവിടെ 38ന്റെ 10 ഭാഗം എന്ന് പറയുമ്പോൾ 3.8 കിട്ടും. അപ്പൊ 3.75 3.25 കൂട്ടിയാൽ മതി. അതിന്റെ കൂടെ ഒരു 3/4 ഇഞ്ചോടെ കൂട്ടി നമുക്ക് 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. നമുക്ക് അതും കൂടി ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ആം ഹോൾ റൗണ്ടിന്റെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആം ഹോൾ റൗണ്ട് നോക്കണം. അപ്പൊ നമ്മുടെ ആം ഹോൾ റൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ ഇവിടെ 17 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 8.5 ഇഞ്ച്. ആ 8.5യുടെ കൂടെ 1 ഇഞ്ചോടെ കൂട്ടി നമുക്ക് 9.5 ഇഞ്ചിന് മാർക്ക് ചെയ്യാം. ഇവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ സ്ലീവ് റൗണ്ട് ആണ്. നമ്മുടെ സ്ലീവിന്റെ റൗണ്ട് ഉണ്ടല്ലോ, അത് ഒരു 7.5 മാർക്ക് ചെയ്യാം. സാധാരണ ഒരു 14, അതിന്റെ കൂടെ അപ്പൊ അതിന്റെ പകുതി 7 ഇഞ്ച്, അതിന്റെ കൂടെ ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി നമുക്ക് 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. ഇപ്പൊ 3 പോയിന്റ് ആയി. ഇവിടെ നിന്നാണ് സ്ലീവ് തുടങ്ങുന്നത്. ഈ 3 പോയിന്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇവിടുന്ന് യോക്ക് പാർട്ട് മാർക്ക് ചെയ്യണം. അപ്പൊ യോക്ക് ഇവിടുന്ന് ഞാനൊരു 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത്. അപ്പൊ ഈ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഭാഗത്തുനിന്ന് നമ്മുടെ ഈ പോയിന്റിലേക്ക് ഒരു സ്കെയിൽ വെച്ച് നമുക്ക് വരച്ചു കൊടുക്കാം സ്ട്രെയിറ്റ് ആയിട്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് അത് എത്രയാണെന്ന് നോക്കാം. ഇത് 5 ഇഞ്ചാണ്. അപ്പൊ ഞാനിവിടെ ഈ 1.5 മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണ്. ഇവിടെ നിന്ന് ഈ 5 എവിടെ വരുന്നോ അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഈ ഭാഗം എന്ന് പറയുന്നത് ഈ സ്ലീവിന്റെ ഈ ഭാഗത്താണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ സ്ലീവിന്റെ പാർട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഈ 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ, ഈ 5 ഇഞ്ച് ജോയിൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഈ സ്ലീവിന്റെ പാർട്ട് ഇവിടെ ജോയിൻ ചെയ്യും. നമുക്ക് ഇതാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാനത് കട്ട് ചെയ്ത് പോയായിരുന്നു. ആ ക്ലിപ്പ് ഇത് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്യണത് അറിയാലോ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗം നമ്മളിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ ഭാഗവും അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെയാണ് നമ്മൾ യോക്ക് പാർട്ട് ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെയും ചെറിയ നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്ലീവ് എടുത്തിട്ട് ഈ സ്ലീവിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതാണല്ലോ നമ്മൾ ഈ ഷോൾഡറിലേക്ക് ജോയിൻ ചെയ്യണേ. ആ സ്ലീവിന്റെ ഇതെടുത്തിട്ട് നമ്മളിവിടെ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കണമല്ലോ, ആ തയ്യൽ തുമ്പ് വിട്ടിട്ട് ഇതിനെ വെക്കുക. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ മാർക്ക് ചെയ്തല്ലോ, ഈ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നമുക്ക് വരച്ചെടുക്കാം. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പൊ യോക്ക് പാർട്ടിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഈ കളർ തുണി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ നെക്കിന്റെ ലെങ്ത് നോക്കാം. ഇതിപ്പോ ഫ്രണ്ട് പാർട്ടാണ് കേട്ടോ. ഈ നെക്കിന്റെ ലെങ്ത് ഞാനിവിടെ ഒരു 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. നെക്ക് വിഡ്ത്ത് 2.25. ഇവിടെ 2.25 മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇത് ലെങ്ത് 6 ഇഞ്ചും വിഡ്ത്ത് 2.25 ഇഞ്ചും. ഇനി നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ചിന് മേളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ ഈ നെക്കിന്റെ ഷേപ്പ്. ഇതാണ്. നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് ഇവിടെ നിന്ന് വരച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മാറ്റി വരയ്ക്കാം. 1.5 ഇഞ്ച് കേട്ടോ. ആ 1.5 ഇഞ്ചിൽ ഇപ്പൊ ഇവിടെ നമ്മൾ ഈ 1 ഇഞ്ച് മേളിൽ കയറ്റി വരച്ചല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് 4 ഇഞ്ച് തന്നെ, ഇവിടെ 4 ഇഞ്ചാണ്, ഈ 4 ഇഞ്ച് തന്നെ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ടും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. മറ്റേ നെക്കിന്റെ ആ ഭാഗം ഉണ്ടല്ലോ, നെക്കിന്റെ ഭാഗം കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാം. അപ്പൊ ബാക്ക് പീസ് നമുക്കിനി കട്ട് ചെയ്യണം. അപ്പൊ ബാക്ക് പീസിൽ ഞാൻ ഇപ്പൊ കട്ട് ചെയ്യില്ല, ഇത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് വരച്ചു വെച്ചേക്കാം. ഇത് 2.25 നമ്മൾ ഫ്രണ്ടിൽ മാർക്ക് ചെയ്തത്. അപ്പൊ ആ 2.25 തന്നെ ബാക്കിൽ മാർക്ക് ചെയ്യാം. താഴോട്ട് ഒരു 3 ഇഞ്ച്
3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് 2.25. ഇത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം വെച്ചാൽ ഫ്രണ്ടിൽ നമ്മൾ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഷോൾഡർ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വരില്ല. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടും കഴിഞ്ഞു. ഇനി സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ നെക്കിന് ഒരു പൈപ്പിംഗ് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് പിടിപ്പിക്കണ ഇനി ഞാൻ നോക്കാം. ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ക്രോസ് ആയിട്ട് നമുക്ക് പീസ് കട്ട് ചെയ്യണം. അപ്പോൾ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഇതിങ്ങനെ എടുത്തേക്കുമല്ലോ, ഇതിൻ്റെ ക്രോസ് ആയിട്ട് എടുക്കാം നമുക്ക്. ഇതിപ്പോൾ ഇതിൻ്റെ ഈ സ്കെയിലിൻ്റെ വീതി 1 ഇഞ്ച്. അപ്പോൾ ആ 1 ഇഞ്ച് എടുത്താൽ മതി നമുക്ക്. ഇപ്പോൾ നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്കിൻ്റെ പീസാണ് കേട്ടോ, അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഭാഗം ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഈ പൈപ്പിങ്ങിൻ്റെ അകവശം. ഇത് നല്ല ഭാഗമാണ്. അപ്പം അത് ഇതുപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗമാണ്. ഈ സെൻറ്റർ ഭാഗം വരുമ്പോഴേക്കും ഒന്ന് സൂചി കുത്തിയിട്ട് ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ചോടെ കൊടുക്കാം. കാരണം ഇത് പതിച്ചടിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ സ്റ്റിച്ചോടെ കൊടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് പൈപ്പിംഗ് പിടിപ്പിക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ പൈപ്പിംഗ് ഇതുപോലെ തന്നെ പിടിപ്പിക്കാം. ഈ ഭാഗത്ത് ഇതിപ്പോൾ നല്ല വശമാണ്. നമ്മുടെ ഈ അകവശം ഉണ്ടല്ലോ, അത്
ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ചെടുക്കാം. അപ്പം ഇതിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഇതിൻ്റെ നല്ല വശം മേളിൽ വരും, ഇതിൻ്റെ നല്ല വശം ഇവിടെയും വരും. ഇതിലേക്ക് ഇങ്ങനെ വയ്ക്കാം. ഈ പോയിന്റിൽ വരുമ്പോൾ നമ്മൾക്ക് അത് കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് നിൽക്കാം. ഇനി നമുക്ക് ഇവിടെ ഒന്ന് ഈ പോയിന്റിന്റെ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റായിട്ട് ഇനി നമുക്കിതിങ്ങോട്ട് ഇതുപോലെ മറിച്ചടിക്കാം. നമുക്ക് ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇതുപോലെ തന്നെ മറ്റേ വശം അടിക്കണം. അപ്പൊ ഇവിടെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. ഇവിടെ ഒന്ന് പതിച്ചടിക്കണം. ഇതുപോലെ നമുക്ക് മറ്റേ പീസ് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. ഇപ്പൊ ഇവിടെ 2 പീസും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൈപ്പിംഗ് പിടിപ്പിച്ചു, ഇതല്ല ഇതുപോലെ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗം ഇവിടെ ജോയിൻ ചെയ്യണം. ഈ ഭാഗം ജോയിൻ ചെയ്യണം. നമ്മളിവിടെ ഒരു 4 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമുക്കിവിടെ വെച്ചിട്ട് ഇത് തയ്ച്ചെടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് വിട്ടുപോകരുത്. നമ്മളിങ്ങനെ തയ്ക്കുമ്പം കറക്റ്റായിട്ട് വരണം. അപ്പം ഇത് ഈ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യണം. ബാക്ക് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഈ ഷോൾഡറിൻ്റെ അവിടെ വെക്കണം. കറക്റ്റാക്കി ഇവിടെ വെക്കണം. ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ഇത് മറ്റേ ക്രോസ് പീസൊക്കെ ജോയിൻ ചെയ്ത് വരുമ്പോഴേക്കും ഇതിൻ്റെ ഒപ്പം തന്നെ എത്തും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ക്രോസ് പീസ് നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രോസ് പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് സ്ലീവിന്റെ ഇതെടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ സെന്റർ പോർഷൻ ഉണ്ടല്ലോ, ഈ സെന്റർ പോർഷൻ നമുക്ക് ഇവിടെ ഈ സെന്ററിൽ കൊണ്ടുവയ്ക്കണം. എന്നിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് തയ്ക്കാം. നമുക്കിതൊന്ന് പതിച്ചടിക്കണം. ഇപ്പൊ ഈ തയ്യൽ ഭാഗം ഇങ്ങോട്ട് വരും. ഈ ഷോൾഡറിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് നമുക്കൊരു 4 ഇഞ്ചും കൂടി വിട്ടിട്ട് ഇതുവഴി സ്റ്റിച്ച് ചെയ്യാം. നമുക്കിതിന്റെ ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. നമ്മളിവിടെ കട്ട് ചെയ്ത ബോഡി പാർട്ടിന്റെ ഒരു ഭാഗം എടുക്കുക. എന്നിട്ട് നല്ല വശവും കൂടി ജോയിൻ ചെയ്യണം, ചേർത്ത് വെക്കണം. നല്ല വശവും കൂടി ചേർത്ത് വെക്കണം. അപ്പൊ നമ്മളിവിടെ സെന്റർ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മളൊരു 5 ഇഞ്ചിന്റെ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ സെന്റർ പാർട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സെന്റർ ഒരു പിന്നൂത്തി കൊടുക്കാം. പിന്നൂത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ 5 ഇഞ്ച് ഉണ്ടല്ലോ, നമ്മളിവിടെ 5 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്തല്ലോ, ഈ 5 ഇഞ്ച് ഇത് ഇവിടെ ഈ ഭാഗം, ഈ ഭാഗത്ത് നമുക്ക് ജോയിൻ ചെയ്ത് എടുക്കാം. നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് 5 ഇഞ്ചിന്റെ അവിടെ ഒരു പിന്നൂത്തി കൊടുക്കാം. ഇത് മനസ്സിലായോ? ഈ ഇത്രയും പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ഇത് പ്ലീറ്റ്സ് ഇടാനായിട്ട്. ഇപ്പൊ ഇത്രയും തുണിയാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അത് പ്ലീറ്റ്സ് ഇട്ട് റെഡിയാക്കി എടുക്കാം. ബാക്കിൽ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് മറിച്ചിട്ടിട്ട് ഇത് ജോയിൻ ചെയ്യണം. നമ്മുടെ ഈ സ്ലീവിന്റെ ഭാഗം ഉണ്ടല്ലോ, ഈ സ്ലീവിന്റെ ഭാഗം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യണം. അറ്റം വരെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ലെങ്ത് നോക്കണം. ഇപ്പൊ ഈ നൈറ്റിയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 52 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ആ 52 ഇഞ്ച് നമുക്ക് എവിടെ വരുന്നതെന്ന് നോക്കാം. ആ 52 ഇഞ്ച് ഇത് എവിടെയാണ് വരുന്നത്? ഒരു ഇഞ്ച് കൂട്ടിയെടുക്കാം. നമുക്ക് മടക്കി അടിക്കാനായിട്ട് 1 ഇഞ്ച് കൂട്ടി എടുക്കണം. അപ്പൊ 1/2 ഇഞ്ച് മടക്കി, അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ചോടെ മടക്കി, അങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് മടക്കി തയ്ക്കണം.
അപ്പോൾ ഇത് മടക്കി തയ്ക്കാനായിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കുക, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി മടക്കുക, എന്നിട്ട് ഇത് മൊത്തം തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ നൈറ്റി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.